ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റത്തെ ക്ലിപ്പ് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പീലിംഗ് ഫേസ് മാസ്ക് ആണ്. ഈ ഒരു പാക്കിനെ പറ്റി ഒത്തിരി റിവ്യൂ കണ്ടു, അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് പാക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് വൈറ്റും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കോഫി പൗഡർ, ടിഷ്യൂ പേപ്പർ, ഇത്ര സാധനമാണ് നമുക്ക് ഈ പാക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 2 എഗ്ഗിൻ്റെ വൈറ്റാണ് എടുക്കുന്നത്, കാരണം ഞങ്ങളുടെ 3 പേരുണ്ട്. എനിക്ക് അലർജിയൊന്നുമില്ല, പക്ഷെ ഞാൻ മഞ്ഞപ്പൊടി എടുത്ത് തുമ്മും ഗൈസ്. അങ്ങനെ തുമ്മി ഞാൻ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്, 2ഉം ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഓംലെറ്റ് അടിക്കാൻ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ജഗജഗാന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ പാക്കൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അമ്മയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അമ്മയെ വിളിച്ച് ചേർത്ത് ഞാൻ മുഖത്ത് തേക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ വന്ന് ഒളിഞ്ഞു നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചിരിക്കുകയൊന്നും വേണ്ട, അടുത്തത് അച്ഛനാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയുടെ മുഖത്തൊക്കെ എല്ലാം അപ്ലൈ ചെയ്തു, ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ട് ഒട്ടിച്ചു, ആകെ സെറ്റായി കൊടുത്തു. അമ്മ ഇങ്ങനെ ഇതുവരെ മുഖത്ത് അങ്ങനെ ഫേസ് വാഷോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രീമൊന്നും ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അമ്മയോട് ചോദിക്കേണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. ഞാൻ പറഞ്ഞു എവിടെയെന്ന് സൂപ്പർ പൊളിയായിരിക്കും, നല്ലോണം വെളുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ആ പാവത്തിന് പറ്റിച്ച് ഞാൻ. എന്നിട്ട് പാവത്തിന് പറഞ്ഞു വിട്ട് ഞാൻ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം വിളിച്ചിട്ട് വരുന്നില്ലായിരുന്നു, പിന്നെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. ആൾ വരുന്നില്ലായിരുന്നു കേട്ടോ, എനിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. വീഡിയോ എടുക്കുമോയെന്നൊക്കെ ചോദിച്ച് ആകെ ഇതായിരുന്നു. പിന്നെ ഞാൻ പിടിച്ചിങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു നാളെ പണിക്ക് പോകേണ്ടതാണ്, ആൾക്കാരും എല്ലാം കളിയാക്കും, എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ മക്കളല്ലേ, നമ്മൾ പറയുന്നവർ കേൾക്കുമല്ലോ, അങ്ങനെ അവരിതിലാട്ടോ തോന്നുന്നു നിന്ന് തന്നത്. അങ്ങനെ ഞാൻ അച്ഛനൊക്കെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നോട് ചോദിക്കുന്നത് നീ എന്താ ഇടാത്തതെന്ന് ചോദിക്കണം. അമ്മയ്ക്കും അച്ഛനും മാത്രം തേച്ച് കൊടുക്കുന്നത്, നീ എന്താ ഇടാത്തതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇട്ടെന്നിട്ടല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അടുപ്പിച്ച് പിടിക്കുക, ഫേസ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഫോണിനകത്തോട്ട് വന്ന് അച്ഛൻ ഫേസ് കാണിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു എവിടെയും പോയിരിക്കുക, കാറ്റ് കൊള്ളട്ടെ എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ആയിട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ ഫേസിലും ഫുൾ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടിങ് കൂടി ഇട്ട് ആ ടിഷ്യൂ പേപ്പർ പുറത്തുകൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നത്. ഞാൻ ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇടാം. ടിഷ്യൂ പേപ്പർ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തത്, അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ ആ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാനങ്ങനെ ഇതുവരെ അങ്ങനെ പാക്കൊന്നും ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയി നിൽക്കുന്നതുകൊണ്ട് ചെയ്ത് നോക്കാമെന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാമെന്നേ ഉള്ളൂ. പിന്നെ പൗഡർ പോലും ഇടാറില്ല കേട്ടോ. എനിക്ക് പിമ്പിൾസിൻ്റെ ഇതുണ്ടായിരുന്ന കാരണം, ഒരു അലർജി വന്ന കാരണം ഞാൻ പിന്നെ പൗഡറൊന്നും ഇടാറില്ല. പിന്നെ ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ മൈക്കിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോയിലും 2-3 പേര് പറഞ്ഞായിരുന്നു എൻ്റെ വോയിസിന് പ്രശ്നമുണ്ട്, എനിക്ക് പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഫൈനലി ഞാൻ എല്ലാ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടു വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അമ്മയാണ് കൂടുവിന് എടുത്തുകൊണ്ട് നടക്കുന്നത്. അമ്മയ്ക്കും ഫേസിൽ ഒക്കെ അപ്ലൈ ചെയ്തിരിക്കണം, നമുക്ക് എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്ത്, വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ഈ ഫേസ് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്കിൽ കൂടി ചെയ്യണം. കാരണം നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാതെ കഴുത്തിൽ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇടാൻ മറന്നുപോയതാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ധൃതിയായിരുന്നു മുഖത്തുനിന്ന് കളയാനായിട്ട്. അങ്ങനെ ഞാനത് പീൽ ചെയ്ത് നോക്കി. അമ്മ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ പീൽ ചെയ്ത് നോക്കി. അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം വേദന എടുത്തു. അത് ഫസ്റ്റത്തെ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മയ്ക്ക് വേദന എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോന്നിട്ടുണ്ട്. മൊത്തം പോയിട്ടില്ല, ഒരു 70% പോയിട്ടുണ്ട്. അച്ഛൻ മുഖത്തുള്ളത് ഉണങ്ങാൻ വേണ്ടി റെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഉറങ്ങിപ്പോയി. പിന്നെ കിടന്നുകൊണ്ടാണ് ഞാനത് പീൽ ചെയ്തെടുത്തത്. പക്ഷേ അച്ഛന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ടത്, കാരണം ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ആ ഫേസിലതൊന്നും ശരിക്കും ഡ്രൈ ആയി കിട്ടിയത്. ഞാൻ അത്യാവശ്യം ഡ്രൈ ആവുന്നവരെ വെച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ലതായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അതിപ്പോൾ എൻ്റെ ഫേസിൽ ഹെയർ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പീൽ ചെയ്തപ്പോൾ നല്ലോണം വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ റിവ്യൂ പറഞ്ഞവർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല, ഇങ്ങനെ വേദന എടുക്കും എന്നാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, നന്നായിട്ട് വേദന എടുത്തു. അത് ചിലപ്പോൾ ഹെയർ ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് നീറ്റൽ പോലെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു മുഖം, മൂക്കിൻ്റെ അവിടെയാണെങ്കിലും ഭയങ്കരമായിട്ട് നീറ്റൽ പോലെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കണക്കിന് വലിച്ചൂരി എടുത്തു ഗൈസ്. കുറച്ചൊക്കെ റിസ്ക് എടുത്തെങ്കിലും ഫൈനൽ റിസൾട്ട് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. കാരണം സ്കിന്ന് അത്രയ്ക്ക് ഗ്ലോ ആയിട്ടുണ്ടായിരുന്നു, നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് കിട്ടി. ഞാൻ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസാണിത്.
എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്രയും സമയം വെച്ചതുകൊണ്ടായിരിക്കും. ഞാൻ ശരിക്കും ഡ്രൈ ആവുന്നവരെ വെച്ചു. അതുപോലെ എനിക്ക് എടുക്കാനും പാട് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ സ്കിന്നിന് ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. അത്ര വലിയ വെളുപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ച് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.